Aliens. രാവിലെ പോയിട്ടൊന്നും ഞാന് ഇഞ്ചിരി ഫാൻസിയിലെ മറ്റാണ്ട് അമ്മ മരിച്ചു പോയി അക്കലയ്ക്ക് വരുന്നത് സുധേവന്റെ അച്ഛൻ പറഞ്ഞില്ലേ ഇല്ല പോകുന്നില്ലേ പുള്ളി RDPയുടെ എന്തോ ഇതാണല്ലേ RDPയിലല്ലേ നോക്കാം അത് വല്ലാത്ത കഷ്ടമായി പോയി. എന്തൊരു കഷ്ടം. അവര് നല്ല സ്നേഹമുള്ളൊരു അമ്മയായിരുന്നേ. എന്തൊരു സ്നേഹത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട. ഞാൻ വോട്ട് പിടിക്കാൻ ചെന്നപ്പം എന്റെ മൂത്തോക്ക് പറയണ ലീറ്റോസേ നീയും നിന്റെ പാർട്ടിയും തോക്കും. പിന്നെ അവരുടെ മോന് എതിർപ്പ് പിന്നെ പാർട്ടിക്കാരനാകുമ്പോൾ അത് അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പക്ഷെ നല്ല മിണ്ടിയും പറിച്ചിട്ടുള്ളൊരു അമ്മച്ചിയായിരുന്നു. അത് മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്, നല്ല ആളുകളാവും. അതിനിപ്പോൾ നിന്നെ പറ്റി നാളെ ആളുകൾ നല്ലതേ പറയും. അത് ആരെ പറ്റി അങ്ങനെ, എന്നെ പറ്റി നിന്നെ പറ്റി ഒക്കെ അങ്ങനെ പറയുള്ളൂ. പക്ഷേ പിന്നെ അപ്പുറത്ത് മീൻകട വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, നീ തടി കുറക്കണം, നിനക്ക് കൊളസ്ട്രോൾ കാണുമെന്നൊക്കെ നല്ല സ്നേഹമുള്ളൊരു അമ്മയായിരുന്നു. അപ്പൊ എന്ത് പറ്റി? എന്ത് സുഖമില്ലായിരുന്നു? 23 വയസ്സേ ഉള്ളൂ. വയ്യാതെ കിടക്കായിരുന്നു. സൈലന്റ് അറ്റാക്ക് 2 ദിവസമായിട്ട് വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ആശുപത്രി പോകണമെന്ന് മറ്റാട്ടും പറഞ്ഞപ്പോൾ ഇവർ പോയില്ല. കുഴപ്പമില്ല, ഷുഗർ കൂടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി 1 മണിക്കൊക്കെ ഉണ്ടായിരുന്നു, അറ്റാക്കായിരുന്നു. അങ്ങനെ രാവിലെ വിളിച്ച് ഉണർത്തിയപ്പോൾ അനക്കമില്ല. അതുമല്ല ചേട്ടൻ ഭയങ്കര നിലവിളി. ഈ അമ്മയ്ക്ക് വാരണാസിയിൽ എങ്ങാണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇന്നാട്ടെ നാളെ ആട്ടെ എന്ന് പറഞ്ഞേ, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, അമ്മയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നിലവിളി. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്ത് വേറൊരു പ്രശ്നം, പെങ്ങളുമായിട്ട് സ്വത്ത് ഭാഗമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഈ കടയില്ലേ പുഞ്ചിരിക്കുന്ന കട, അതിൻ്റെ ഇപ്പുറത്തെ ആ ബിൽഡിങ്ങും എല്ലാം കൂടെ ഇപ്പോഴും അമ്മയുടെ പേരിൽ തന്നെ. അത് മക്കൾക്കായിട്ട് വീതം വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അതിന് ഇങ്ങനെ കൈവച്ചോന്ന് പറഞ്ഞ് പെങ്ങളപ്പുറത്തുണ്ട്, അതിൻ്റെ അലപ്പ് വേറെ. എഴുതി കൊടുത്തൂടെ? ഇതള്ള എന്തിനു കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന? അതല്ല സത്യം പറഞ്ഞാൽ ആ ബഹളം കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം അമ്മച്ചിയെ കുറിച്ച് ആലോചിച്ചു. ഏതമ്മച്ചി? എൻ്റെ അമ്മച്ചിയെ കുറിച്ച്. കുഞ്ഞമ്മച്ചി. അമ്മച്ചി ഒന്നും എഴുതി തന്നിട്ടില്ല. നാളെ മനുഷ്യൻ്റെ കാര്യമില്ല, എന്തെങ്കിലും പറയാൻ പറ്റുമോ? അമ്മച്ചിയൊന്നും ഈ ഇടയ്ക്കൊന്നും പോകില്ല. നീ നിന്നെ നന്നാക്കിയിട്ടേ അമ്മച്ചി പോകുള്ളൂ. മറ്റമ്മ വിളിക്കുമ്പോൾ ഒന്ന് പറയണേ, എനിക്ക് എന്തെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ സമയകാലത്തും തരണം. നീ ആദ്യം ഒന്ന് നന്നായി കാണിക്കും. നീ ഇവിടെ സമയത്ത് വർഷാപ്പിൽ പോയി പണിയെല്ലാം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴേ അവർക്ക് തോന്നുള്ളൂ. നിനക്കൊല്ല എഴുതി തന്ന, മറ്റേ നീ അത് വിറ്റ് തിന്നുമെന്ന് അവർക്ക് പേടി. അതാണ്, അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ അമ്മ എഴുതി തരാത്തത്. എന്തോ വിറ്റ് തിന്നുമെന്നുള്ള പേടിയുണ്ട്. ഉള്ള കാര്യം കൊണ്ട് ഞാൻ പറയുക, അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുകൾ വിളിച്ചു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കൂടെ ചെയ്തു. മനുഷ്യരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം മൺസൂൺ സീസൺ എന്ന് പറയുന്നത് സൈലന്റ് അറ്റാക്കിൻ്റെ സീസണാണ്. ആ പറയാനുള്ളതാണ്. 63 വയസ്സിലൊക്കെ പച്ച പടക്കണ അമ്മ നിന്ന നിപ്പി അറ്റാക്ക് ഒന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ വയ്യാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ക്ലീറ്റോ ചേട്ടാ, ചേച്ചി എന്തേ? അടുക്കളയിൽ എന്ത്? ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മക്ക് വയ്യാന്ന് തോന്നുന്നു, ഒന്നും കഴിക്കണില്ല, കാലിലൊക്കെ നല്ല നീരുണ്ട്. ആശുപത്രി പോകാൻ വിളിച്ചിട്ട് വരുന്നില്ല, ഭക്ഷണം കഴിക്കണില്ല. എനിക്കറിയാൻ പാടില്ല. ദേഷ്യമൊന്നുമില്ല, വയ്യാതെ കട്ടിലെ തന്നെ ഇരിപ്പാണ്. എത്ര വിളിച്ചിട്ടും വരുന്നില്ലാന്നേ. ഒന്നാമത് ഇവിടെ ഏട്ടനില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയാം. പെട്ടെന്ന് വരാൻ പറയേ. വെള്ളതാ ഇറങ്ങുന്നില്ല. അപ്പടിയോ പിന്നെ ആർക്കേ കഴിക്കാനിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് പോയിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ശരിയാ. തങ്കം, നീ ലില്ലി അവള് പറയണ അമ്മയ്ക്ക് ആ കാലില് നീരും വേദനയൊക്കെ ആയിട്ടിരിക്കുന്ന 2 ദിവസമായിട്ടൊന്നും കഴിക്കണ്ട. ആന്നേ, എന്ത് ചെയ്യാനേ അമ്മേനെ കൊണ്ട് വാശിയാണ് അമ്മയ്ക്ക്. ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിട്ട് വരണ്ടേ? ഇതെന്താന്ന് അറിയാമോ, കനകൻ 2 ദിവസമായിട്ടില്ലല്ലോ, അതിന്റെ ഇച്ചിരി കൊഞ്ചലാണ്. മോനുണ്ടെങ്കിൽ കുറെ ഇടയ്ക്കിടയ്ക്ക് ഒരു സോപ്പിടലും തടവലും ഒക്കെ ഉണ്ടല്ലോ. എന്റെ ക്ലീറ്റോ, ആ മുഖത്തോട്ട് നോക്കണം, നല്ല ക്ഷീണമുണ്ട്. ചോരാന്ന് പറഞ്ഞില്ല, കാലില് നീര്. ഇത് ഈ കൊഞ്ചലും പൊന്നാരാന്ന് വെച്ചോണ്ടിരിക്കല്ലേ. ഈ മരിച്ച ദേവകി അമ്മയ്ക്ക് ഇതേ അസുഖമായിരുന്നു. അവരും ഇതേപോലെ 2-3 ദിവസം കൊണ്ട് തീരെ വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചാട്ട ആശുപത്രി പോകാൻ വിളിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല മോനെ, ഷുഗർ കൂടിയതായിരിക്കും എന്നാണ് പറഞ്ഞ് ഗുളിക കഴിച്ചോണ്ടിരുന്നത്. അതെ, നീ അമ്മയെ വേണമെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഇനി അവസാനം വെച്ചോണ്ടിരുന്ന കനകം വന്നിട്ട് ഇനി അവന്റെ വായിരിക്കണോട് നമുക്കാർക്കും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും. അത് ഒന്നാമത് ഇപ്പൊ സൈലന്റ് അറ്റാക്കിന്റെ സീസണാ. ഒന്ന് പൊയ്ക്കേടർക്കാം, അമ്മയ്ക്ക് ഹൃദയത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആശുപത്രി വരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് എന്താന്ന് ഉറപ്പുവരുത്തിട്ട് ആഹാരം വേണ്ടെന്നൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇനി വല്ല ഇതുണ്ടാവുമോ? നീ ഒന്ന് കാര്യമായിട്ട് ചോദിക്കുക, എന്നിട്ട് എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്ക്. മനുഷ്യരാണ് നിപ്പിന് പച്ച പടകനെ സൈക്കിളോടെ സോളമച്ചാൻ വൈകിട്ട് കടയടച്ചിട്ട് വീട്ടിലോട്ട് പോയല്ലേ. 48-47 വയസ്സേ ഉള്ളൂ. 4 പോലും. നീയും കുറച്ചൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കണം, നല്ലതാണ്. കണ്ണി കണ്ടാക്കി ഇങ്ങനെ വലിച്ചു വാരി തിന്നണതേ നല്ലതല്ല അത്ര കേട്ടാ. മതി, ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് കഴിച്ചില്ലേ?
ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ. ഇത് നിന്റെ വയറ് അത് കുറച്ച് ഒഴിച്ചിട്ടരാ. ഇത് ഇവിടെ തന്നെ കാണും, നിനക്ക് തന്നെ തിന്നാ. ആഹാരം കഴിക്കുന്നവർക്ക് അറ്റാക്ക് വരത്തില്ലെന്നാണ്. എന്തോ ആഹാരം കഴിക്കുന്നവർക്കല്ല, അധ്വാനിക്കുന്നവർക്കാണ് അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞാൽ. പണിയെടുക്കണം, വിയർക്കണം. അല്ലാതെ ഫോണ് മാത്രം ശരിയാക്കണവർക്കേ വരും. പിന്നെ തിന്നു നീ നടക്കുമ്പോൾ നല്ലോണം വിയർക്കുന്നുണ്ട്. സോളമായി ഇന്നലെ മറ്റേ അമ്മച്ചി അതൊക്കെ ഒന്ന് മനസ്സിൽ ഇട്ടോ. ഇനിയിപ്പോൾ എടുത്തത് കഴിക്കും, ഇനി അത് ബാക്കി വയ്ക്കണ്ട. അല്ല ഇതേ ഈ അമ്മയുടെ കാര്യേ, അമ്മയുടെ കാര്യം എന്ത് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ നോക്കും. ഇത് ചുമ്മാ ഇല്ലടാ അതൊക്കെ. അവർ ഈ പറഞ്ഞ മാതിരി അമ്മ അങ്ങനെ, അമ്മ സാധാരണ അമ്മമാരെ പോലെ ഒന്നല്ല. ഇപ്പൊ വെള്ളരിപ്രാവിൻ്റെ കൂട്ടി ഇങ്ങനെ ഇരുന്ന് പറയാം, പക്ഷെ പിന്നീട് കളം മാറും. സിനിമകളിലും നോവലുകളിലും ഈ യാഥാർത്ഥ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സ്വത്തിൻ്റെ കേസിലോട്ട് അടുക്കുമ്പം ചകട. അവിടെ അളിയനും പുളിയനും ഒന്നുമില്ല. അവിടെ അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അമ്മക്ക് എന്താ പറഞ്ഞിട്ടും മനസ്സിലാവൂലാത്തത്? വരാൻ ആശുപത്രി പോവാന്ന്. എന്റെ പൊന്നേച്ച, അതിനു മുന്നേ എന്തെങ്കിലും എഴുന്നേറ്റ് കഴിക്കാൻ പറയാം. എത്ര നേരമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കാന്നറിയാം. എന്ത് വരുത്തി വെക്കാനാന്നാവോ? എന്തോന്ന് വരുത്തി വെക്കാണ് ഞാൻ? എന്തോന്ന് വരുത്തി വെക്കുന്നു? അമ്മ ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് അമ്മക്ക് പകുതി ക്ഷീണോ. ഒന്ന് എഴുന്നേറ്റ് വന്നേ. റൊണാൾഡ് പറയണ കേൾക്കണ, എന്തെങ്കിലും വന്നു പോവടി, ഒരു കുഴപ്പമില്ലാതിരുന്നാ ചേച്ചിയാ പെട്ടെന്ന് ഇരുന്നിരിപ്പിന് അതിന്റെ അടക്കിന് പോയിട്ട് വന്നേക്ക. അമ്മ ഇങ്ങ് എഴുന്നേറ്റ്. പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങൾ എനിക്കൊരു സ്വസ്ഥത തന്നെ, ഒരു അല്പ സ്വസ്ഥത എനിക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. മക്കളെ, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. നീര് കണ്ട അമ്മയുടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എഴുന്നേറ്റ് ഇച്ചിരി എന്തെങ്കിലും കഴിക്കും. എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങോട്ട് പോരാല്ലോ. എന്നെ ആശുപത്രി കൊണ്ടുപോയേ നിങ്ങൾ അടങ്ങുന്നതാണ്. എന്തിനാണ് ഞാൻ ആശുപത്രി ഇപ്പൊ? അസുഖം അമ്മയ്ക്ക് ഇപ്പൊ എന്തൊക്കെയാണ് അസുഖം? അമ്മയ്ക്ക് ഇതേ കാലില് നീരുണ്ട്. രാവിലെ ഉദിച്ച മുതൽ അമ്മ ഇങ്ങനെ ഇരിക്കണം. അമ്മയ്ക്ക് വയ്യ. ഇന്നലെ ചെറിയ പനിയുണ്ടായി. പനി വന്ന് അങ്ങ് പോയി. പിന്നെ വിശപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയത്തില്ലേ മക്കളെ എന്തോ ഉണ്ട് കഴിക്കാൻ, എനിക്ക് വിശക്കുന്നത്. ഞാൻ ഉച്ചത്തിലല്ലേ പറയുന്നത്, വിശപ്പ് സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അതല്ല, എനിക്ക് എന്തോ ഒരു പ്രായമായില്ലേ, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, ഇല്ലാത്ത സൂക്കേടൊക്കെ ഉണ്ടെന്ന് പറയണം, ഉള്ള പൈസയൊക്കെ അവർക്ക് പിടുങ്ങണം. എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു എന്നല്ലേ നിങ്ങൾക്ക് പേടി? എടി സംഭവിക്കട്ടെ, പ്രായമൊക്കെ ഇത്തിരി ആയില്ലേ എനിക്ക്. അത് സംഭവിക്കാനുള്ളത് എവിടെ ആയാലും സംഭവിക്കും, അത് ശരി തന്നെ. പിന്നെ എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. മക്കളെയൊക്കെ കെട്ടിച്ചു കൊടുത്ത് അവർക്ക് കൊച്ചുമക്കളും ആയി. പിന്നെ ഇനിയിപ്പോൾ എന്താ, അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കണം. അല്ലാതെ എനിക്ക് ആശുപത്രിയിലെങ്ങും പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അല്ല ഇവിടെ കിടക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പോലീസുകാരും ഇടയ്ക്കിടയ്ക്ക് വരും, സംസാരിക്കും. എടീ ഞാനിവിടെ ഒറ്റയ്ക്കാണെടി, നീ എന്തിനടി അവിടെ കിടക്കുന്നത്, നീ എൻ്റെ അടുത്ത് വരണേടി. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കേണ്ട. എന്തൊക്കെ പറയണ അമ്മ? എനിക്ക് അങ്ങനത്തെ അസുഖമൊന്നും ഇല്ല, നിങ്ങളത് മനസ്സിലാക്കുക. മനസ്സിലാക്കി എനിക്ക് അറിഞ്ഞോളൂ. എന്തോന്ന് കണ്ണില് ചോരാന്ന് പറയണതില്ല, എന്തെങ്കിലും കാണിക്കമ്മ. ഇവളല്ലേ എനിക്ക് സമാധാനം തരാത്തത്, നോക്കിയാണ് ഈ കാണിച്ചത്. ഞാൻ എന്തോ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എല്ലാവർക്കും സങ്കടാവത്തില്ല അമ്മേ? ഞാൻ എല്ലാവർക്കും ഇച്ചിരി കഞ്ഞിയായിട്ട് എടുത്തോണ്ട് വരട്ടെ? മക്കളെ വേണ്ടിയപ്പോൾ ഞാൻ പറഞ്ഞോളാം. ക്ലീറ്റോ, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. ക്ലീറ്റോ ഒന്ന് നോക്കി, അമ്മയ്ക്ക് ഒരു ഇതുമില്ല. അമ്മയ്ക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണവും. 2 ദിവസമായിട്ടുണ്ടല്ലോ. ആഹാരം കഴിപ്പിച്ചാൽ മതി. കഴിക്കണ്ടേ? ഇന്നത്തെ ദിവസം 2 സ്പൂൺ കഞ്ഞിയാ കുടിച്ചത്. ഇങ്ങനെ അമ്മയ്ക്ക് വിശപ്പില്ലാതെ കാലിനൊക്കെ നല്ല നീരുണ്ട്. വേറെ വല്ലതും ആണോ ക്ലീറ്റോ? അമ്മയ്ക്ക് എങ്ങനെ ഇപ്പൊ ഇന്നാള് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ബ്ലഡ് ടെസ്റ്റിലൊന്നും. ഇപ്പൊ റൊണാൾഡ് പറഞ്ഞത് കേട്ടില്ലേ? ആ മരിച്ചുപോയ ചേട്ടത്തിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പയറുമണി പോലെ നടന്ന പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു എന്ന്. അത് ഒരിടത്ത് അങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത് ഇവിടെ അതുപോലെ സംഭവിക്കണമെന്നുണ്ട്. ഈ ചുമ്മാ നിങ്ങളൊക്കെ എഴുതാപ്പുറം വായിക്കരുതേ, അവനെ പറഞ്ഞാൽ മതിയല്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പോ ഒന്ന് കനകൻ 2 ദിവസമായിട്ട് ഇല്ലാത്തതിന്റെ ഒക്കെ ഉള്ള ഒരു ഇതാണ്. കനകന്റെ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് എവിടെയെങ്കിലും? ഉണ്ട്. ആ പ്രായമല്ല അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം. ഈ വയസ്സാകും തോറും കൊച്ചുപിള്ളേരുടെ സ്വഭാവമായിട്ട് വരും. ഈ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, നമ്മളെ അങ്ങനക്കറിയാമല്ലോ, മുത്ത് ചെറുതായിരുന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ സമ്മതിക്കുമോ? ഒരേ ബഹളമല്ലേ? അതുമാതിരി തന്നെ ഈ അമ്മ വയസ്സാകുമ്പോൾ ആൾക്കാർക്ക് നിർബന്ധം പിടിവാശിയും കൂടും. ഇതിപ്പോൾ എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കുക, അതാണ് വേണ്ടത്. എന്തോരം ഞാൻ പറഞ്ഞു. അമ്മയാണെങ്കിൽ ആശുപത്രിയിലോട്ടും വരുന്നില്ല. അമ്മയ്ക്ക് വീട്ടിലിരുന്നാൽ മതി,
അതന്നെയല്ല അച്ഛനെ സ്വപ്നം കാണുന്നെന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക്. ഞാനിവിടെ ഒറ്റയ്ക്കാടി നീ എൻ്റെ അടുത്തോട്ട് വരാനൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അത് ഈ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും വേറെ ഇനി വല്ല വിഷമം അമ്മയ്ക്ക് ഉണ്ടാ? ചോദിച്ച പറയണ്ട. അമ്മയ്ക്ക് എന്താ വിഷമം? അമ്മയുടെ മക്കൾക്ക് കുഴപ്പമില്ല, കടവും വിലയില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ദാരിദ്ര്യം ഇല്ല, ഒന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് എന്താ വിഷമം? ഞാനൊരു കാര്യം ചെയ്യാൻ പോയി, ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടക്കാം. ഓ നീ അവിടെ കിടന്നു. എന്തേലും ആവശ്യമുണ്ടെ വിളിക്ക് കേട്ടാ. അതെ, നിങ്ങൾ അമ്മയുടെ അടുത്തേ ദേഷ്യപ്പെടാതെ കുറച്ച് സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്ക്. കുറച്ച് ഭക്ഷണം ഉള്ളിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ വരും, അപ്പോൾ കുറേ മാറ്റം വരും. പിന്നെ ഇച്ചിരി വെള്ളം എങ്കിലും കുടിപ്പിക്കുക. വെള്ളം കുടിച്ചാലും മതി, കുറച്ചൊക്കെ ഒരു ഇത് കിട്ടും കേട്ടാ. നേരം ഉണ്ടെങ്കിൽ വിളിക്ക്. അവനെയാണെങ്കിൽ അവനെ പറഞ്ഞാൽ മതിയല്ലേ, പെണ്ണുങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അവനെ. സുഖമായിട്ടാണെന്ന് ഉറങ്ങിക്കോ. ഇവിടെ കുറെ പേരുടെ ഉറക്കം കെടുത്തിട്ട് ഞാനേ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറയുന്നു, എന്തെങ്കിലും വിഷയങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഈ വീട്ടിലുള്ളവരുടെ മാനസിക അവസ്ഥയും മനക്കെട്ടിയൊക്കെ കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അവരെ മുമ്പ് ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ അത് ഓർത്തിട്ട് ഇവിടെ എനിക്കും സ്വസ്ഥതയില്ല, ഇപ്പം എൻ്റെ ഉറക്കവും പോയി. എൻ്റെ ആരോടൊന്നും മനസ്സിലാവും. എടാ നീ രാവിലെ മറ്റേ ആ സ്ത്രീ മരിച്ച കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ? തങ്ക അത് കേട്ട് പിന്നെ അവൾക്ക് ഒരു സമാധാനമല്ല. അവൾ നേരെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അതുമായിട്ട് ഇങ്ങനെ കൂട്ടി കുഴക്കുകയാണ്. നാളെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സേ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. അത് ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോട്ടോ. അമ്മ ഇപ്പോഴും സ്വത്ത് പാകം ചെയ്തിട്ടില്ല. അത് സമയത്ത് കിട്ടേണ്ടത് കിട്ടിയാലല്ലേ ഉപകാരപ്പെടുത്തുള്ളൂ. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. ഇവിടെ ഞാൻ അതല്ല പറഞ്ഞ, ഈ വെളിയിൽ പോയിട്ട് ഓരോ മരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അതിന് ഇച്ചിരി സോഫ്റ്റായിട്ട് പറയണം. ഇതെല്ലാം ലോല ഹൃദയമാണ്. എന്തെങ്കിലും കേട്ടാ പിന്നെ ആദ്യമാണ് ലോലഹൃദയ. ഇതേപോലെ ലോലഹൃദയ ആ പുഞ്ചിരി വാൻസിലെ കൊച്ചാട്ടനെ വെട്ടാനായിട്ട് അവിടെ നിൽക്കുന്നത് ആ അമ്മയുടെ മോള്. കടമുറി വീടിൻ്റെ അകത്തൊന്നും തീരുമാനമായിട്ടില്ലെന്ന് പറഞ്ഞ് നാളെ മറ്റന്നാൾ അവിടെ അടി കിടക്കും. നാളെ ഈ വീട്ടിൽ ഈ നാത്തൂനോടെ വെട്ടി പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നാത്തുമാരങ്ങനെ വെട്ടണം, അതിന് ഞങ്ങൾ ആണുങ്ങളുണ്ടാവും, ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം. ആണുങ്ങൾ അതിന് മുമ്പ് വെട്ടിച്ചാവുമല്ലോ. അതിന് ശേഷമുള്ള കാര്യമായി പറഞ്ഞത്. മതി നീ ഇനി ഇമാരുള്ള പരിപാടികൾ കാണിക്കരുത് കേട്ടോ. സ്വത്തിൻ്റെ പണത്തിൽ കാര്യത്തിൽ ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പച്ചമ്മയ്ക്ക് ഒരു മോള് വളർന്നു വരുമോ? എനിക്ക് 2 ആമ്പിളാണ്. അമ്മാരുടെ കാര്യത്തിനകത്ത് എനിക്കൊരു ആവലാതിയില്ല. പെങ്ങച്ചെന്ന് വെച്ചാൽ 4 വർഷത്തോടെ കഴിയുമ്പോൾ അതിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും നോക്കിയിട്ട് ഇപ്പോൾ തന്നെ പഠിത്തത്തിന് എന്തോരം പൈസ ആകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ കരുതലും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോകണം. അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മ എടുത്ത് കുറച്ച് സ്നേഹമായിട്ട് കാര്യഗൗരവമായിട്ടൊക്കെ നിൽക്കുക. അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് വേണ്ടത് മേടിച്ചു കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അങ്ങനെയുള്ളവരോട് അവസാന സമയത്ത് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും. അപ്പോൾ അമ്മ നാളെ പറയാം, അമ്മ എടുത്ത് പറയാം എനിക്ക് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അമ്മ തട്ടിക്കളയത്തില്ല. എന്താ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ. നീ വരെ കിടന്ന് ഉറങ്ങാൻ നോക്കും, പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ബാക്കിയുള്ളവൻ്റെ ഉറക്കം കളഞ്ഞിട്ടാ അതാവേ കണ്ടോണ്ടിരുന്ന സ്വപ്നത്തിന് ബാക്കി തരണേ. അല്ലേ അമ്മേ? രാവിലെ ഉണ്ടാക്കും, അവൻ 5 മണിക്ക് തുടങ്ങണ. എന്തൊരു കച്ചവടം എന്ന് അറിയാമോ മധുവിൻ്റെ കടയിൽ? ഇത് ചെറിയ ചൂട് അതല്ല ഞാൻ ചൂടോടെ വാങ്ങിപ്പിച്ച. അമ്മയ്ക്ക് ഇപ്പോൾ ഇത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇത് 2 ദിവസം മുമ്പ് പറഞ്ഞാൽ ഞാൻ ഇത് മേടിച്ച് തരൂലേ. അവിടെ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് അടുത്ത് ഇനി എപ്പോഴേലും കഴിക്കണമെന്ന് തോന്നിയാൽ ഇതും എടുത്ത് കഴിക്കണം കേട്ടാ. ഇത് കഴിക്കണം, ഇത് നല്ല പറഞ്ഞാൽ വേണ്ട, അത് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കണം. ഏട്ടാ ഇതിനകത്ത് പഴമൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട്. കഴിക്കുക, ഇതുകൊണ്ട് അമ്മ കഴിക്കുക. പിന്നെ അമ്മ വേണമെന്ന് പറഞ്ഞാൽ മറ്റേ മുക്കിക്കടയിലെ സർവത്ത് അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് റൊണാൾഡ്. അതിപ്പോൾ കൊണ്ടുവരും. പിന്നെ അതാ ഊട്ടി ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ ഇതാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണം കേട്ടാ. പിന്നെ അതുപോലെ അമ്മയ്ക്ക് ഇനി എന്താഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം. കനകന് ഇവിടെ ഇല്ലാത്തതാണ്.
അതെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ മോൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ മരുമോൻ്റെ അടുത്ത് എങ്ങനെ പറയും എന്നുള്ള വിഷമമൊന്നും വേണ്ട. മോനോട് എല്ലാം പറഞ്ഞോ, അമ്മയ്ക്ക് എന്ത് വേണോ വെച്ചാൽ ഞാൻ അപ്പം സഹായിച്ചു തരും കേട്ടാ. ഞാനീ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മേ, നമ്മൾ മനുഷ്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല, അപ്പോൾ നാളെ കാണുന്നവന് മറ്റന്നാൾ കാണുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരവസ്ഥ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് അവർക്ക് സമാധാനമായിട്ട് പോകണതാണ് എല്ലാവരെയും സന്തോഷം. അപ്പം അമ്മയെ സംബന്ധിച്ച് അമ്മ മക്കളെ രണ്ടുപേരെയും നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ പിന്നെ കൊച്ചുമക്കളുമായി, ഈ കൊച്ചുമക്കളെ കെട്ടിക്കാറായി. ഇപ്പം അവരെ കെട്ടിക്കാനുള്ള ഒരു ആദ്യമോ വെപ്രകളോ ഒക്കെ ഉള്ളിൽ ചിലപ്പോൾ കിടപ്പുണ്ടാവും. ഇനി അതുകൊണ്ട് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമെന്ന് വല്ലതും ഉണ്ടെങ്കിൽ അത് അങ്ങനെ വല്ലതും അത് പറഞ്ഞാൽ മതി. അതിന് നടപടികൾ ഞാൻ ചെയ്യാം, അതിന് വേണമെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്മയുടെ എന്താഗ്രഹവും സാധിച്ചു. അതിന് മുമ്പ് എനിക്ക് അമ്മയെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കണ്ടാലാ, ഈ കാലിൽ നീര കിടക്കണോണ്ട് എൻ്റെ പരിചയത്തിൽ ശങ്കർ റാം എന്ന് പറയുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ്. ആ ഡോക്ടറെ ഒന്ന് കണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഇതാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൂങ്ങി തൂങ്ങി ഇരിക്കണ എനിക്ക് മനസ്സിനൊരു സന്തോഷമില്ല. അമ്മയ്ക്ക് കൊടുക്കും. മുക്കിക്കടയിലെ സർവത്ത്, ഈത്തപ്പഴം വേണം, ഈത്തപ്പഴം എല്ലാം ഇവിടെ ഉണ്ട്. സർവത്ത് എന്തൊരു തിരക്കാൻ പറ്റുമോ കടയിൽ? നീ അഷ്റഫിൻ്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക്. അമ്മ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ കുടിക്കണമെന്ന് തോന്നി അപ്പോഴും പറയണ്ടേ അമ്മേ? ഇതെന്ത് വലിയ കാര്യമാണോ? ഈ എല്ലാം കനങ്ങളുടെ അടുത്ത് പറയാം, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. എൻ്റെ അടുത്തോ എവൻ്റെ അടുത്തോ ഞാൻ അവൻ്റെ അടുത്ത് പറയാനോട്ടെ, എൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ. അമ്മ കോരി കുടിച്ചേ, അമ്മ സർവത്ത് ഇത് അമ്മ കുടിക്ക്. ദിവസം തണുപ്പുണ്ട്. ചെറിയതാണ് ഇത്, വലിയ തണുപ്പല്ല. ചെറിയ തണുപ്പൂടെ ഉണ്ടെങ്കിൽ ഇത് കുടിക്കാൻ കൊള്ളാവും. ആണല്ലേ? ദിവസം അമ്മയ്ക്ക് ഇത് ഓരോ സർവത്ത് വാങ്ങിച്ചോണ്ട് കൊടുക്കും കേട്ടാ. എന്നിട്ട് എൻ്റെ പറ്റിൽ എഴുതിക്കോളാൻ പറഞ്ഞാൽ മതി. പിന്നെ ആട്ട് സൂപ്പ് വിളിച്ചു പറയണേ, വൈകിട്ട് പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ ആട്ട് സൂപ്പ് ഉണ്ടാക്കാനുള്ളത്. അത് നല്ല ആട്, നല്ല ഇത് കിട്ടുന്ന ദിവസം അത് തരും. അവൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഷബീറിൻ്റെ അടുത്ത്, അവൻ തരും. അമ്മ ഇത് കുടിക്കേ. എന്താ ചിരിക്കുന്നത്? സന്തോഷമായില്ലേ അമ്മേ? ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് പറ. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ, ഞാൻ സാധിച്ചു തരും അമ്മ. എന്നാലും അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് രാത്രി ഒരുവോളം കണ്ണടച്ചില്ല. അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വിഷമമായിരുന്നു അറിയാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വന്നു കയറിയ വീടാണെന്നുള്ളതൊന്നും അല്ലല്ല. ഇതിപ്പോൾ എന്നെ പെറ്റ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അമ്മ അമ്മ തന്നെയാണ്. കുടിക്കുക അമ്മ, കുടിക്കുക. കൊള്ളാമോ? പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇപ്പം തന്നെ ഇരുന്ന് അത്രയും കഴിക്കാൻ പറ്റൂല്ലെങ്കിൽ അമ്മ ഇവിടെ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ തോന്നുമ്പോൾ എടുത്ത് കഴിച്ചോ. മതി, സമാധാനത്തിൽ കഴിച്ചോ. എന്തായാലും ഇതെല്ലാം ഇവിടെ മുന്നിലുണ്ട്. എന്ത് വേണമെങ്കിൽ അതൊക്കെ അപ്പോഴമ്മ സമയം പോലെ ഇരുന്ന് കഴിച്ചാൽ മതി കേട്ടാ. അമ്മ ഇതൊക്കെ ചെറിയ ആഗ്രഹങ്ങളല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ഇതൊക്കെ എപ്പോഴേ സാധിച്ചു തന്നെയല്ലേ. സന്തോഷമായ കഞ്ഞി മതിയടാ എനിക്ക്. കഞ്ഞി അത് സെറ്റാക്കി തരാം. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയാണ് അമ്മ? സന്തോഷമായ? വേറെ വിഷമമൊന്നും ഇനി ഇല്ലല്ലോ? ആഗ്രഹങ്ങളൊക്കെ ഏതാണ്ട് സന്തോഷമായില്ലേ? സമാധാനമായി? എന്തെങ്കിലും പറയണ്ട പറ. ഇനി വേറെ എന്തെങ്കിലും വിഷമം അമ്മേൻ്റെ ഉള്ളിലുണ്ടാ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് തുറന്ന് പറ അമ്മേ, ഞാൻ സാധിച്ചു തരും. എന്തമ്മ പറയട്ട? എന്താ അമ്മ ഇത് കണ്ണൊക്കെ നിറഞ്ഞ എന്തോന്നത്? എന്ത് ഇത് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? എന്തുണ്ടെങ്കിലും പറ മക്കളെ. ഞാനിപ്പോ പറഞ്ഞ ഈ ആഗ്രഹം എല്ലാം നീ എനിക്ക് സാധിച്ചു തന്നു. അത് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമല്ലേ? പക്ഷെ ശരിക്കും എൻ്റെ ആഗ്രഹം ഇതല്ല. അച്ഛമ്പി, അമ്മയ്ക്ക് കാര്യമായ എന്തോ ഒരാഗ്രഹം മനസ്സിൽ വിങ്ങലായിട്ടുണ്ട്. സാധിച്ചോളൂ അമ്മ. പറ അമ്മേ, എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറ. പറയട്ടെ? നീ ആരുടെയും പറയരുതേട്ടാ. അമ്മ എൻ്റെ അടുത്ത് പറ അമ്മേ. കനകൻ്റെ അടുത്ത് പറഞ്ഞാൽ കനക പറയും അമ്മയ്ക്ക് വയസ്സുകാലത്ത് വേറെ ഒരു ജോലി ഇല്ലെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. നീ സാധിച്ചു തരും അമ്മേ. ഞാൻ എൻ്റെ പെറ്റമ്മയെ പോലെ കാണണല്ലേ. അമ്മയുടെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടന്നാൽ അത് എൻ്റെ വിഷമമല്ലേ അമ്മ? അമ്മ പറഞ്ഞോ എന്താണ് വേണ്ടത്, ഞാൻ സാധിച്ചു തരാം. പറഞ്ഞോ, ഞാൻ സാധിച്ചു തരാം. സത്യമായിട്ട് നീ സാധിച്ചു തരുമോ? സത്യമായിട്ട് സാധിച്ചു തരും. സത്യം സത്യം സത്യം. സെറ്റ്. ക്യാമറ സ്റ്റാർട്ട്, മ്യൂസിക് ആക്ഷൻ.
അമ്മ ഇല്ല, ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യം എന്തമ്മ? എന്റെ പൊന്നടാ, ആ. എന്റെ പള്ളിക്കൂടത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, ഓ ഓ അതിൽ ആ സരളയും ദാക്ഷാണിയെ കൂടെ കിടന്ന് എന്തൊക്കെ പേക്കൂത്താടാ കാണിച്ചു കൂട്ടിയത്. എന്നെ ഒന്ന് തളർത്തി കളഞ്ഞില്ലേ? ആ ശരി. ആ, ഓ എടാ, ഇതെങ്ങനെയുണ്ടടാ? ഇത് കൊള്ളാം. കലക്കി ഇത് ഞാൻ അമ്മയുടെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട്. ഏതാ? എടാ പിന്നെ അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് നിന്നിട്ടടാ. അവളമാരെ ഞാൻ തളർത്തി കാണിച്ചു തരാം. എടാ ഇത് വൈറലാവും, ഒരു മാറ്റമുള്ള കാര്യമല്ല. എന്നിട്ട് വേണേ അവളമാരുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. പക്ഷേ എടാ എനിക്കൊരു സംശയം, ആ കളി ശരിയായില്ലെന്ന് തോന്നുന്നു. ഒരു ഇപ്പൊ കളിച്ചതാ? ആ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, നല്ലതായിരുന്നു. അല്ല പോരടാ, എനിക്ക് ഒന്നും കൂടെ കളിക്കണം. അമ്മ ഇനി കിടന്ന് ഒരുപാട് തേള, അമ്മയ്ക്ക് എന്താ വയ്യായിക ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്ഷീണമെന്നെല്ലാം പറഞ്ഞിട്ട്. എന്റെ ശരീരത്തിനല്ലായിരുന്നു വയ്യാഴിക, എന്റെ മനസ്സിനായിരുന്നു. അവൾമാരെന്നെ തളർത്തി കളഞ്ഞല്ലേടാ. അപ്പൊ ഒന്നുകൂടെ എടുക്കണോ? നമ്മ ഒന്ന് റെഡി ആയിക്കോ, ഞാൻ ഇതൊന്ന് റെഡി ആക്കട്ടെ. മച്ചമ്പി, ഞാൻ തന്ന സകല പ്രതീക്ഷയും തിരിച്ചെടുത്തു. മച്ചമ്പി നമ്മളെല്ലാം മേലോട്ടെടുത്താലും ഇതിപ്പോഴും എങ്ങോട്ടെങ്ങും പോകത്തില്ല. 100-ൽ 100. ആക്ഷൻ. Audience.